നിങ്ങളൊക്കെ ആരാ? എന്തുട്ടാ അവിടെ കാണിക്കണേ? ഇതിനു മുമ്പ് കണ്ടിട്ടില്ലേ? പറമ്പളക്കാണ്. പറമ്പളക്കേ? ആരടാ നമ്മുടെ തേങ്ങ? ഞങ്ങളോട് എന്തുകൊണ്ടാ ചൂടാണ്? കാർമ ചാരിക്കുന്ന ആളുണ്ടല്ലോ, മൂപ്പര് പറഞ്ഞിട്ടാ. നീ പറഞ്ഞിട്ടാണ് അവിടെ ഈ ഏർപ്പാട്? അതേലോ. നീ ആരടാ? നീ എന്തുട്ടാ വിചാരിച്ചേ? നിന്റെ അപ്പന്റെ പറമ്പാനാണ് ഇവിടെ ഉണ്ടാക്കാൻ. എന്തിട്ട കൂട്ടുകാരന്റെ പേര്? ജോർജ്. സോറി, വടക്കൻ ജോർജേ. ഞാൻ പീറ്റർ മത്തായി എന്ന് വെച്ചാ ഇതാ പ്രതിമയായിട്ടിരിക്കണ മത്തായിയുടെ മോൻ. അപ്പൊ ഈ പറമ്പ് എന്റെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് അളക്കണോ കിളക്കണോ അതോ ബോംബ് വെച്ച് തകർക്കണോ തുണിയില്ലാണ്ട് ഇവിടെ കിടന്ന് ഓടണോ എന്നൊക്കെ തീരുമാനിക്കുന്നതേ ഞാനാ. ഇന്ദുട്ട കാഴ്ച ഉണ്ടെങ്കിണേ അടിക്കട കുറ്റി. ഞാൻ പറയുന്നൊന്ന് കേക്കണ. അതെ, നമ്മളിവിടെ കൂടിയിരിക്കുന്നത് ബഹളം ഉണ്ടാക്കാനല്ല, ഓരോരുത്തരായിട്ട് കാര്യങ്ങൾ പറയാം, സമാധാനായിട്ട് പറയാം. അച്ഛോ, ഇയാള് മത്തയുടെ മോനാണെന്നുള്ളതിന് എന്തുട്ട് തെളിവ്? ഇനി മോനാണെങ്കിൽ തന്നെ ഇയാൾ ഇത്രയും കാലം എവിടെയായിരുന്നു? എല്ലാ തെളിവുകളും രേഖകളും ഇവിടെ ഹാജരാക്കിയിട്ടുണ്ട്. നീ വലിയ വർത്താനം പറഞ്ഞാട്ടാ. എന്തുട്ട് തേങ്ങ പറഞ്ഞേ? കുറച്ച് പേപ്പർ എടുത്ത് മേശപ്പുറത്ത് വെച്ച തെളിവാവോ? ഒന്നടങ്ങടാ പീറ്ററെ. ഈ മത്തായി പറമ്പ് ഇത് നിന്റെ അപ്പം മത്തായി ഈ നാടിനും നാട്ടാർക്കും വേണ്ടി എഴുതി കൊടുത്ത പറമ്പാണ്. അന്നത്തെ പള്ളി കമ്മിറ്റിയെ ട്രസ്റ്റിയാക്കി നിന്റെ അപ്പൻ ഇഷ്ടദാനം എഴുതി കൊടുത്ത ആധാരം അസല് ദാ ഇവിടെ ഇരിക്കണ്ട്. ഈ ആധാരം അച്ഛനും മറ്റുള്ളവരും വായിച്ചു നോക്കിണ്ടാവും തന്നെയാണ് എന്റെ വിശ്വാസം. അതില് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പള്ളിക്ക് മേൽനോട്ടം മാത്രമാണെന്ന്. എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ എന്റെ അപ്പന്റെ അമ്മയുടെയും കാലശേഷം ഈ പറമ്പിന്റെ അവകാശം മകനായി എനിക്ക് തന്നെയാണെന്നല്ലേ. താൻ തൊട്ട് ഒലക്കട മൂടാടോ പറഞ്ഞേ. ഇഷ്ടദാനം കൊടുത്ത മുതൽ എങ്ങനെ തന്റെ പേരിലാവണേ? എന്റെ പേരിലാണ്. പീറ്ററെ, നിന്റെ അപ്പൻ ഈ പറമ്പ് ഇഷ്ടദാനം എഴുതിയത് ഇവിടുത്തെ പൊതുകാര്യങ്ങൾക്കും പിന്നെ ഈ നാട്ടിലെ ചെറുപ്പക്കാർക്ക് സ്പോർട്സിലും മറ്റും ഒരു താല്പര്യം ഉണ്ടാക്കിയെടുക്കാനുമാണ്. അച്ഛോ, അതൊക്കെ ശരി തന്നെ. ഞാൻ സ്പോർട്സിനും ഗെയിംസിനും എതിരായിട്ടുള്ള ആളല്ല. പക്ഷെ അതാണോ അവിടെ നടക്കുന്നത്? ആ കവലയിലുള്ള കുറെ കടകളിലെ ചപ്പൻ ചവറും അവിടെ കൂട്ടിയിട്ട് കത്തിക്കുന്നു. സ്കൂളിൽ പോകാത്ത കുറെ കുട്ടികൾ അവിടെ ഇരുന്ന് ബീഡി വലിക്കുന്നു, കളിക്കുന്നു. അത് മാത്രമല്ല കോളനിയിലുള്ള കംപ്ലീറ്റ് തുണികൾ അലക്കി ഉണക്കാനായിട്ട് അവിടെ കൊണ്ടുവന്നിടുന്നു. പിന്നെ ഒരു പണിയില്ലാത്ത കുറെ ചെറുപ്പക്കാര് എല്ലാ ദിവസവും രാത്രി വെള്ളടിക്കാനും അത് കഴിഞ്ഞ് ഛർദ്ദിക്കാനും വീടുകളിൽ നിന്ന് പുറത്തിറക്കുമ്പോൾ അവിടെ വന്നിരുന്ന് തൂറാനും ഒക്കെ ആയിട്ടാണ് ആ പറമ്പ് ഉപയോഗിക്കുന്നത്. അയാള് കോമൺ ആയിട്ട് പറഞ്ഞാ നിന്റെ അപ്പം നമുക്കിട്ട് കണക്ട് ചെയ്യണുണ്ടോ? അത് മാത്രമല്ല അച്ഛാ, ഇവരെല്ലാം അവിടെ വന്നിട്ട് അതേ കേടി നമ്മുടെ ശക്തൻ തമ്പുരാന്റെ മക്കളോ കൊച്ചുമക്കളോ കസിൻസാ വന്നിട്ട് നമ്മുടെ അപ്പനപ്പൂപ്പന്മാർ ഇവിടെ കുതിരേനെ കെട്ടിയിരുന്നാണ്. ഇപ്പൊ ആരുടെ ഇവിടെ ബസ് സ്റ്റാൻഡ് വെച്ച് കളിക്കണേ? ഞങ്ങക്ക് ഞങ്ങളുടെ സ്ഥലം തിരിച്ചാ വേണം എന്ന് പറഞ്ഞാ നമ്മള് തൃശ്ശൂര് സമ്മതിക്കൂ? തമാശക്ക് നന്നായിട്ടുണ്ട് അച്ചോ. സ്പോർട്സ് പരമായിട്ടുള്ള ഓരോ ആക്ടിവിറ്റീസും ആ പറമ്പിൽ നടക്കുന്നില്ല എന്ന് കാണിച്ചിട്ട് നിലവിലുള്ള കരാർ റദ്ദാക്കലിന് അധികാരം അതിന്റെ ഒരേ ഒരു അവകാശം നിലയ്ക്ക് എനിക്കുണ്ട്. അത് നിയമപരമായിട്ടോ അല്ലാതെ പിടിച്ചെടുക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാ പിന്നെ അല്ലാണ്ട് നീ പിടിച്ചെടുക്കാൻ പറ്റുമോ നോക്ക്. ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആ പറമ്പിലാ ചെയ്യും. താൻ തൊട്ട് കാണിക്കണെന്നൊന്ന് കാണണല്ലോ. ഞാൻ എന്നിട്ട് കാണിക്കണെന്ന് ഒരു വേലയും പണിയിലാണ്ട് നിന്നോടൊന്നും പറയേണ്ട കാര്യമില്ല. നീ ഒന്ന് പോയടാ. വേലയും പണിയും കൂലിയിലെ നമ്മള് തരാടാ എനിക്കൊരു പണി. ഞങ്ങളുടെ സൗകര്യത്തിന് ആ പറമ്പിലിട്ട് തുപ്പും. സോറിട്ടങ്ങളെ ഞങ്ങളുടെ സൗകര്യത്തിന് തൂറും. ഇങ്ങനെ ചിലപ്പോ വാള് വെക്കും. നിനക്ക് സൗകര്യമായിട്ട് എന്തൊട്ട് ചെയ്യാൻ പറ്റുന്ന കാണിക്കടാ. നിങ്ങൾ ആരും എന്തൊട്ട് തേങ്ങ വെക്കിരിക്കണേ? എനിക്ക് കുടുംബത്തിൽ പോന്ന്. നീ വാടാ, നീ ജോർജ്. ഓരോരോ ജന്മങ്ങള് ഇവന്റെ ഒക്കെ തന്ത ആരാന്നുള്ള എന്റെ സംശയം. പീറ്ററെ, എന്താ അത് ഞാനായി പോയിടും.